കാക്ക ദിശ തെറ്റി പറഞ്ഞാൽ പോലും അതിനെതിരെ പോസ്റ്റ് ഇടുന്ന ആളാണ് ഷാഫി പറമ്പിൽ. രാജ്യസഭയിലും ലോക്സഭയിലും വലിയ കൊടുമ്പിരി കൊണ്ട് വഖഫിനെ കുറിച്ച് ഇത്ര ചർച്ചകൾ നടക്കുമ്പോൾ പല കോൺഗ്രസ്സുകാരും മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി എങ്ങോട്ട് ഓടിയെന്ന് പോലും ഇപ്പോഴും അറിയില്ല. പക്ഷേ ഒരു വാക്ക് പോലും വഖഫിനെതിരെ മിണ്ടി പോസ്റ്റ് ഇടാൻ ഷാഫി പറമ്പിൽ തയ്യാറായില്ല. മോദി സ്നേഹം കൊണ്ട് BJP-യിലേക്ക് വരാനുള്ള സാധ്യതയാണോ? അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഷാഫിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് SYS-ന്റെ നേതാവ് സത്താർ പാന്തല്ലൂർ പറയുന്നത് ഷാഫിയുടെ നിശബ്ദത മുസ്ലിം സമുദായത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് എന്നായിരുന്നു. അതവർ പറയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവരുടെ കാഴ്ചപ്പാട്, അവർ ഷാഫിയെ സഹായിക്കുമ്പോൾ അവർ വിചാരിച്ചത് അവരെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാനായിട്ട് ഷാഫി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള രീതിയിൽ പാർലമെൻറ്റിൽ മതേതര നിലപാടൊക്കെ പുലർത്തുന്ന ഒരാളാണ് ഷാഫി. പക്ഷേ എന്തുകൊണ്ടാണ് വഖഫ് ബില്ലിൻ്റെ ഭേദഗതി വന്ന സമയത്ത് അദ്ദേഹം അതിനെ ശക്തമായിട്ട് എതിർക്കാനായിട്ട് അവിടെ ഇല്ലാതിരുന്നതെന്നാണ് ചോദ്യം ഉയർന്നിരിക്കുന്നത്. നമുക്കറിയില്ല എന്താണ് സ്ഥിതിയെന്ന്. ഹൈബീഡിനെ പോലെയുള്ളവർ ഈ മുനമ്പം പ്രശ്നം അദ്ദേഹത്തിൻ്റെ തലയിലാണ് ആ പ്രശ്നം മുഴുവൻ കിടക്കുന്നത്. കാരണം അദ്ദേഹം മുനമ്പത്തെ MP ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ ഒരു സമന്വിതനായിട്ടുള്ള നേതാവ് കൂടി അദ്ദേഹം മാറിയ, കോൺഗ്രസ് നേതാവ് മാത്രമല്ല അവരുടെ ആ സമുദായത്തിലെ തന്നെ ഒരു ഉന്നതനായിട്ടുള്ള നേതാവായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രജകളാണ് അവിടെ കുടിയിറക്കപ്പെടുന്ന ഭീഷണിക്ക് വിധേയമായി നിൽക്കുന്നത്. ഈ പ്രശ്നത്തിൽ അവരുടെ ഒപ്പമാണ് അദ്ദേഹം പൂർണ്ണമായി നിൽക്കുന്നത്. പക്ഷേ വഖഫ് ബിൽ ഭേദഗതി പാർലമെൻറ്റിൽ വന്ന സമയത്ത് കോൺഗ്രസ് വിപ്പ് കൊടുത്തതിൽ അടിസ്ഥാനത്തിൽ അതിശക്തമായിട്ട് വഖഫ് ബില്ലിനെതിരെ അദ്ദേഹത്തിന് അവിടെ ഇടപെടേണ്ടതായിട്ട് വന്നു. പക്ഷെ ഷാഫിയുടെ എന്നാണ് ചോദിക്കുക, ഷാഫി അതിൻ്റെ അകത്ത് ഒന്നും ഇടപെട്ടിട്ടുമില്ല. ഇത് മുങ്ങിയോ എന്നാണ് ആര് പറയുന്നത്? സത്താർ പന്തല്ലൂർ പറയുന്നത്. അപ്പോൾ SYS നേതാവ് സുന്നി യുവജന വിഭാഗത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. SYS നേതാവ് എന്ന് പറഞ്ഞാൽ സുന്നി യുവജന സമിതിയുടെ നേതാവ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം ഇതാണ്. അതായത് മുസ്ലിങ്ങളെല്ലാം ഏറ്റവും വിഷമാവസ്ഥയിലെത്തുമ്പോൾ ഷാഫി നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാരണം നിങ്ങൾ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഞങ്ങൾ സഹായിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല അദ്ദേഹം അതിശക്തമായിട്ട് എതിർത്തിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ ആബ്സെൻസിനെയാണ്. ഈ ബില്ലിൻ്റെ ഭേദഗതി ചർച്ച വളരെ ശക്തമായിട്ട് നടക്കുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധി അവിടെ ഉണ്ടായിരുന്നില്ല. പ്രിയങ്ക ഗാന്ധി ജയിച്ചത് കേരളത്തിൽ നിന്നാണ്, വയനാട്ടിൽ നിന്നാണ്. വയനാട് എന്ന് പറഞ്ഞാൽ 48% മുസ്ലിം ഇലക്ട്രോളായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അവരുടെ മുഴുവൻ വോട്ട് 48% വോട്ടും പ്രിയങ്ക ഗാന്ധിക്കാണ്. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി 4 ലക്ഷം വോട്ടിന് ജയിച്ചതെന്നാണ് ഈ സത്താർ വിളിച്ചു പറയുന്നത്. സത്താർ അതിശക്തവും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ ഉയർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും വായുവിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയുടെ 2 ഭാഗങ്ങൾ, അതായത് വടക്കും അതേപോലെ തന്നെ ദക്ഷിണ പ്രദേശവും തെക്കും നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്ക് ഹിന്ദു മൃദു സമീപനം എടുക്കുന്ന രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. തെക്ക് പക്ഷേ അങ്ങനെയല്ല. തെക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ സമീപനത്തിൻ്റെ സാധ്യതയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെ വളരെ ശക്തമായിട്ട് സംഘപരിവാറിനെ എതിർക്കാൻ കോൺഗ്രസ്സിന് ശക്തിയുണ്ട്, കെൽപ്പുണ്ട്. കോൺഗ്രസ് അതിശക്തമായിട്ട് അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നോർത്തിലേക്ക് പോകുമ്പോൾ അത് കുറഞ്ഞ് ദുർബലപ്പെടുന്ന കാഴ്ച കാണാം. അത് രാമക്ഷേത്ര നിർമ്മിതിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത സമയത്തൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ BJP എടുക്കുന്ന സമീപനങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്നുള്ളത് നമുക്കറിയാം. അതാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത് വളരെ മൃദുലമായ രീതിയിൽ കോൺഗ്രസിനെ ഇങ്ങനെ തൊലിപ്പുറത്ത് തേഞ്ഞ് ഇരിക്കുന്നുണ്ട് എന്ന് പലരും സൂചിപ്പിക്കുന്നതിൻ്റെ കാരണം അതായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് അങ്ങനെയാണത് കണക്കാക്കപ്പെട്ടിരുന്നത്. പക്ഷേ ദക്ഷിണേന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല. വളരെ ദൃഢമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ട് കോൺഗ്രസിന് കഴിയുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഷാഫി വിമർശിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് എന്ന് നമുക്ക് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ കാര്യം. പക്ഷേ പല കോൺഗ്രസ് നേതാക്കളും തപ്പിത്തടയുകയാണ്. കാരണം വഖഫിനെതിരെ നിന്നാൽ അത് പിന്നെ വോട്ട് ബാങ്കിനെ ബാധിക്കും. മുനമ്പത്തുകാർക്കൊപ്പം നിന്നാലും അത് വോട്ട് ബാങ്കിനെ ബാധിക്കും. അപ്പോൾ ഇവരിപ്പോ എന്ത് ചെയ്യണം? കടലിനും ചെറുത്താനും നടുക്ക് ഇവരെ BJP കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാം. അതാണ് പ്രിയങ്ക ഗാന്ധി പേടിച്ചോടിയത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു സൈഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഫോട്ടോ, ചരിഞ്ഞിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇവിടെ ഷാഫി പറമ്പിൽ പറയാതെ പറയുകയാണോ
ഞാൻ വഖഫ് ബില്ലിനെതിരാണ്, അല്ലെങ്കിൽ ഞാൻ മുനമ്പത്തുകാരോടൊപ്പമാണ്, വഖഫ് എന്ന് പറയുന്ന ഒരു ദുർഭൂതത്തെ ഇല്ലാതാക്കുക തന്നെ വേണം, ഞാൻ അതിനൊപ്പമാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണോ ഷാഫി? അല്ല, നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് എന്നുള്ള കാര്യം അറിയില്ലല്ലോ. കാരണം അദ്ദേഹം നിശബ്ദനാണ്. ഒരാൾ നിശബ്ദനായിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം നിശബ്ദത പാലിച്ചിരിക്കുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തമായിട്ട് അദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇപ്പോൾ വഖഫ് ഭേദഗതിയെ സംബന്ധിച്ചിടത്തോളം പല അഭിപ്രായങ്ങളും, വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പലർക്കും ഉണ്ടാകും. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ശക്തമായിട്ട് അതിൽ എതിർക്കേണ്ടതായിട്ട് കിടക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ പുതിയ വഖഫ് ഭേദഗതിയുടെ ഫലമായിട്ട് വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ അതിൽ മുസ്ലിങ്ങളല്ലാത്തതായിട്ടുള്ള ആളുകൾക്ക് പ്രാതിനിധ്യം നൽകുന്നുണ്ട് ഈ ഭേദഗതി നിയമം. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ട് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു പല കാര്യങ്ങളും ഈ വഖഫ് നിയമം, പഴയ വഖഫ് നിയമം സ്വീകരിക്കുന്ന തെറ്റായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ, ഒന്ന് വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന സാധനത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം നൽകുന്നുണ്ട്. ഇത് വഖഫ് ഭൂമിയാണോ അല്ലെന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശം കൊടുക്കുന്നത്. അത് എടുത്തു കളയേണ്ടത് ആവശ്യമാണ്. കാരണം ഈ മുൻപം വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. വേണമെങ്കിൽ ഈ ട്രിബ്യൂണലിന് പറയാമായിരുന്നു ഇത് വഖഫ് ഭൂമിയല്ല, അതല്ലെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വിഷയം, അതാണ്, അത് ആ കോളേജ് വാങ്ങിച്ചിട്ട് കോളേജ് അത് വിറ്റതാണ്, കോളേജ് വിറ്റ് കഴിയുമ്പോൾ അത് പണം കൊടുത്ത് വാങ്ങിച്ച ആളുകൾക്ക് ക്രയവിക്രയത്തിനുള്ള അവകാശത്തോടെയാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ അത് കാണണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുനമ്പം പ്രശ്നം തീരുമായിരുന്നു. പക്ഷേ ഈ മുനമ്പം പ്രശ്നം ശരിയായിട്ടുള്ള രീതിയിൽ പരിഹരിക്കാനായിട്ട് അവർ ശ്രമിക്കാത്തതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചത് മൊത്തം അവർക്ക് ഇന്ത്യയിൽ തന്നെ വലിയ തിരിച്ചടി നൽകുന്ന തരത്തിൽ ആ നിയമത്തെ ഭേദഗതി ചെയ്യാനായിട്ടുള്ളൊരു ധാർമ്മിക ശക്തി എന്ന് പറയുന്നത് BJPക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. എന്താണ് വഖഫിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്? അല്ല, വഖഫ് നിയമം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഭരണഘടനാപരമായിട്ട് അനുവദിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നിയമമാണ്. ആ നിയമത്തിൽ അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവരാറ്. പക്ഷെ കോൺഗ്രസ് അതിശക്തമായിട്ട് ഈ വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എതിർക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭേദഗതി നിയമത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഒരു നിയമം കൊണ്ടുവരിക എന്നതാണ് അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ പ്രശ്നത്തിൽ മുസ്ലിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ആവശ്യമാണ് എന്ന് കോൺഗ്രസ് ധരിക്കുകയും അതിനനുസരിച്ച് കോൺഗ്രസ് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ BJPക്ക് ഇത്രമാത്രം ലാൻഡ്മാർക്ക് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം മുൻപം വിഷയമാണ്. മുൻപം വിഷയത്തിൽ വഖഫ് ബോർഡും അതേപോലെ മുസ്ലിം സമുദായവും UDFും ഒക്കെ തെറ്റായിട്ടുള്ളൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു. കാരണം അവിടെ വലിയ അനീതി നടക്കുന്നുണ്ട്. ആ അനീതിയെ പരിഹരിക്കുന്നതിന് ഇപ്പം നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ അത് പരിഹരിച്ചാൽ മതിയായിരുന്നു. ഇതുവരെയായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടുള്ള, ഇനിയും പരിഹരിക്കപ്പെടും എന്ന് കണക്കാക്കപ്പെടുന്നില്ല. വഖഫ് നിയമ ഭേദഗതി വന്നാലും ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. ശരി.